ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വൈത്തിരി ടു പടിഞ്ഞാറത്തറ റൂട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് നമ്മൾ ഒരു പ്ലാനോട് കൂടി തിരഞ്ഞെടുത്തല്ല, നമ്മൾ ആ വഴിയിലൂടെ പോകാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ട്രാവൽ തുടങ്ങിയാണ്. പക്ഷെ അങ്ങോട്ട് എത്തുന്നതോറും നല്ലൊരു വൈബാട്ടോ ഈ ഒരു റൂട്ടിൽ. മരങ്ങളും ഈ തേയില ചെടികളും കാടും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു വൈബ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് എന്നുള്ളത്. നമുക്ക് വെറുതെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റൂട്ടുകളിലൊന്നാണ് ഈ ഒരു റൂട്ട്, വൈത്തിരി ടു പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കൊച്ചു കൊച്ചു ടൗണുകളുണ്ട്, 12 മൈൽ, 4 മൈൽ, 6 മൈൽ, അങ്ങനെ ഓരോ ഏരിയകൾ, അച്ചൂർ, പൊഴുതന തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അത് അധികം ആരും പോകാത്തൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആ യാത്രയിലുള്ള ആ റോഡും അതിൻ്റെ പരിസരവും എന്ത് മനോഹരമാണ്. ഇവിടെ കുറച്ചും കൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അധികം വാഹനങ്ങൾ പോകാത്തതുകൊണ്ട് അധികം വലിയ ഹെവി ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, ഇവിടെ നോക്കിക്കേ എന്തൊരു ബ്യൂട്ടിയാണ് ഇവിടെ കാണാൻ. ഈ ഭാഗത്തേക്ക് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട്. കാരണം നമ്മൾ യാത്ര എപ്പോഴും ഈ ഒരു പ്രീ പ്ലാൻഡ് അല്ലാണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒരു ഉണർവ് കിട്ടുന്നൊരു ഫീലാണ് ശരിക്കും. പിന്നെ കുറേ ഇവിടെ പാർക്ക്, ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ബംഗി ജമ്പിങ് അല്ല, വേറെ എന്തൊരു റൈഡ് ഉണ്ട്. അത് അതിൻ്റെ കറക്റ്റ് പേര് ഇപ്പം നാക്കിൽ കിട്ടുന്നില്ല. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയാണ്. കാരണം ചെറിയൊരു ചൂടും പക്ഷെ അതിനനുസരിച്ചുള്ള തണുപ്പുമുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ പൊതുവേ നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ മഞ്ഞുണ്ട്, നല്ല മനോഹരമാണ്. അതായത് നമ്മൾ ഈ അച്ചൂരിൻ്റെ ആ ഒരു മലനിരകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പെരുങ്കോട് എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഏരിയക്ക് പോകാമെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചല്ല ഈ ഒരു പ്ലാൻ, ഈ ഒരു യാത്രയൊക്കെ വെറുതെ റൈഡ്. പക്ഷെ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഇതിലൂടെ വെറുതെയെങ്കിലും ഒന്ന് നിങ്ങൾ വരുന്ന ആളുകൾ, വയനാടൊക്കെ വരുന്ന ആളുകൾ ട്രാവൽ ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊച്ചു കൊച്ചു ടൗണുകളും ചെറിയ ഈ നമ്മളെ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പോവാം. നല്ല അടിപൊളി വൈബ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും പറയാനില്ല. ആ ഒരു പുഴയും അവിടെ കളിക്കുന്ന കുട്ടികളും എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഒരു പാലൊക്കെ നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കിയേ, അടിപൊളിയായിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല ശരിക്കും. ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വെറുതെ ഒന്ന് രാവിലെ ഇറങ്ങിയിരുന്നാൽ തന്നെ ഒരു പ്രത്യേക ഉന്മേഷം കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാവിലെ വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാൻ ഫ്രീ ആയിട്ട്. കാരണം ഈ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് തന്നെ ഡെയിലി ഇത് കാണുകയല്ലേ. അപ്പോൾ ഓരോ ദിവസം ഒരു പ്രത്യേക ഒരു അനുഭൂതി ആയിരിക്കും ഉണ്ടാകും. കാരണം ക്ലൈമറ്റിൻ്റെ പല ചേഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ താഴെക്കൂടെ ആരോ ഒരു കുട്ടി അങ്ങോട്ട് കൂടെ പോകുന്നുണ്ട്. ചിലപ്പം അപ്പുറത്തേക്ക് കിടക്കാനായിരിക്കും. ഇപ്പുറത്തെ കുട്ടികൾ കുളിക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാനായിരിക്കും അതിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടാകുക. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഉണ്ടോ, കാരണം വലിയ കുന്നൊന്നുമല്ല, ചെറിയൊരു ഏരിയ തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് പല ഏരിയകളും കിട്ടും. പൊഴുതന, അച്ചൂർ, മേൽമുറി, ഇടിയംവയൽ, തരുവണ, അങ്ങനെ പല റൂട്ടുകളും ഇവിടെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. അപ്പോൾ ഇവിടെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്, മേൽമുറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഈ അച്ചൂർ ഭാഗത്ത് കണ്ടൊരു ഇരുമ്പ് പാലാണ്. ഇത് ശരിക്കും 1960 സംതിങ്ങിലാണ്, 65 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അത് ശരിക്കും മാഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നെ കുറേ തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ആ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. കാരണം അന്നത്തെ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യം വേണമെങ്കിൽ പറയാം. കണ്ടോ, കാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇതേ രീതിയിൽ ആ റൂട്ടിലൊക്കെ ഒരു വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പറയുമ്പോൾ നല്ലൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും. കാരണം പണ്ട് കെട്ടിവെച്ചിരിക്കുന്ന പല നിർമ്മിതികൾ തന്നെയാണല്ലോ. കാരണം കുറേ കാലം ഈട് നിൽക്കുന്നൊരു നിർമ്മിതിയായിരിക്കും. ഇന്നത്തെ പോലെയല്ല, ഒരു 25 വർഷം കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന ടൈപ്പല്ല. ഇവിടെ എവിടെ എത്തിയാലും പുഴ കേട്ടോ, പുഴയുടെ തീരായതുകൊണ്ട് നല്ലൊരു വൈബ് തന്നെ. പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ളൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. ഇത് ശരിക്കും ഓരോ യാത്രകളും നമുക്ക് പലതരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയ ആളുകളാണ്, പുതിയ കൾച്ചർ, അങ്ങനെ പല കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഓരോ യാത്രകളിലൂടെയും കടന്നു പോകുന്നത്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓരോ യാത്രകളും മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളായിരിക്കും ശരിക്കും. എന്താ പറയുക, നമുക്ക് പല ആളുകൾക്കും പല രീതിയിലുള്ള യാത്രാനുഭവമായിരിക്കും ഉണ്ടാകുക. നമ്മൾ വരുന്ന വഴിയിൽ കുട്ടികൾ
ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. നല്ല ഭംഗിയാട്ടോ, കാരണം ഈ ഒരു അധികം ടൗൺ അല്ലാത്തൊരു ഏരിയയിലുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കാരണം ഈ റൂട്ടിലൂടെ ഇപ്പം നല്ല റോഡ് ആയതുകൊണ്ട് യാത്ര ചെയ്യാനും വളരെ ഒരു സുഖമാട്ടോ ഈ ഒരു ഏരിയയിൽ. കാരണം ഹെവി ആയിട്ടുള്ള കട്ടറുകളോ ട്രാഫിക്സോ ബ്ലോക്കുകളൊന്നും അങ്ങനെ അധികം ഇല്ലാത്തൊരു റൂട്ട് തന്നെയാണത്. യാത്ര പോകുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു പ്രത്യേക റൂട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നല്ലൊരു ഇവിടെ കളിക്കാനാളില്ല. നമ്മൾ നേരത്തെ പോയപ്പോൾ കളിക്കാനാളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കളിക്കാനാളില്ല. പിന്നെ നമ്മൾ ഏകദേശം മേൽമുറി ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ നമ്മളുള്ള ഒരു ഇറക്കാണ്. ഇപ്പം നമ്മൾ മേൽമുറിയിലേക്ക് പോകുന്നത് ഒരു വഴിയും തിരിച്ചു വരുന്നത് തരുവണ ആ ഭാഗത്തേക്കുള്ളൊരു വഴിയിലുമാണ് നമ്മൾ ജോയിൻ്റ് ആകുന്നത്. പക്ഷേ നമ്മൾ മേൽമുറി എന്ന് പറയുന്നത് നമ്മൾ അധികം ആരും കേൾക്കാത്തൊരു ഏരിയ കൂടി തന്നെയാണ്, അങ്ങോട്ട് പോകാത്തൊരു ഏരിയയാണ്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള വൈബ് ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മളിപ്പോൾ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തനെ കയറ്റാണ്. മേൽമുറിയിലേക്ക് പോകുമ്പോൾ ഫുൾ ഹെവി കയറ്റാണ് ശരിക്കും. ഉണ്ട് ഈ ആ ഒരു കയറ്റം കയറി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗി ശരിക്കും പറഞ്ഞെങ്കിൽ മറ്റൊരു ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് വിശേഷിപ്പിക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളി കാഴ്ചയാണ്, അടിപൊളി കാഴ്ച കേട്ടത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ആ ഒരു അതിൻ്റെ ടോപ്പിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ അതിങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. നമുക്കും മുകളിൽ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നൊരു ഫീല്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് എത്തുമ്പോൾ വേറൊരു ഇതാണത് ശരിക്കും. ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ കാഴ്ച അവിടെ നിന്ന് കാണാൻ എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ വണ്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ കയറ്റം കയറുന്ന സമയത്ത് വണ്ടി നല്ല കണ്ടീഷനിലുള്ള വണ്ടിയിലായിരിക്കണം പോകേണ്ടത്. കാറുകാർക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബൈക്കിലാണ് പോയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും കുത്തനെ കയറ്റാണ്. നമ്മൾ അവിടെ മേൽമുറിയിൽ എത്തുന്ന വരെ കയറ്റാണ് അവിടെ. കാരണം നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ഗിയറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയൊക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് കൊണ്ടുപോകുന്നതാണ് നല്ലത് അങ്ങോട്ട് യാത്ര പോകുന്ന ആളുകളൊക്കെ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഫുൾ ഇറക്കാണ്. നമ്മൾ വേറെ റൂട്ടിലാണ്, ആ റൂട്ടിൽ തന്നെ വരാണ്ട് വേറെ റൂട്ടിലാണ് നമ്മൾ ഇറങ്ങി വരിക ശരിക്കും. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നമ്മൾ കുറേ വീടുകൾ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കൾച്ചർ, ആ ടൈപ്പ് ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആളുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദിവാസികളായിട്ടുള്ള ആളുകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളും ഒരു താമസിക്കുന്നൊരു ഏരിയയാണത്. വലിയ കടകളോ അല്ല വലിയ കച്ചവട സ്ഥാപനങ്ങളോ ഉള്ളൊരു ഏരിയ അല്ല അത് ശരിക്കും. പക്ഷെ നമ്മൾ അവിടെ മേൽമുറി എന്നൊരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയായിരിക്കും ശരിക്കും കാണുക. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടൊരു വ്യൂ കാണിക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ആ കയറ്റത്തിൻ്റെ ആ മലേൻ്റെ മുകളിൽ എത്തിയിട്ട് നമ്മൾ കാണിക്കാന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, വളരെ ഒരു ചെറിയ ഏരിയ കേട്ടോ. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അല്ല അത് ശരിക്കും. കാരണം മേൽമുറിയിൽ ഞാൻ ആദ്യമായിട്ട് വരിക, കാരണം ഞാനൊരു വയനാട്ടുകാരനായിരുന്നിട്ട് കൂടി ഞാൻ ഈ റൂട്ടിലേക്ക് ആദ്യം വരികയാണ്. ആ റൂട്ട് പോയിട്ടുണ്ട്, പക്ഷേ മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടില്ല, ഇവിടെ അടിപൊളി അപാര വ്യൂ കേട്ടോ. അത് നമ്മൾ ഈ ഒരു മൊബൈലോ കമ്പ്യൂട്ടറിലൊന്നും കാണുന്ന പോലെയല്ല, നല്ലൊരു വ്യൂ പറഞ്ഞാൽ അടിപൊളി വ്യൂ. ശരിക്കും ഇവിടെ ഒന്നുകൂടെ വന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. ഒന്നുകൂടെ എന്നല്ല, കുറേ പ്രാവശ്യം അവിടെ ഒരുപാട് കാണാനുണ്ട്. അവിടെ ഓരോ ഏരിയകൾ നമുക്ക് നിർത്തി കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും പോകണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പേഴ്സണലി പറയുകയാണെങ്കിൽ എന്തായാലും ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ വന്നു പോകേണ്ട ഒരു ഏരിയ കേട്ടോ. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേൽമുറി നല്ലൊരു സ്പോട്ടാണെന്നുള്ളത് ആർക്കും അറിയില്ല ശരിക്കും. എല്ലാവരും ആ പൊഴുതന വൈത്തിരി മെയിൻ റൂട്ടിലൂടെ സഞ്ചരിക്കല്ലാണ്ട് ഈ മേൽമുറി ഭാഗത്തേക്ക് ആ ഒരു ഹിൽസ് കയറിയിട്ട് വന്നിട്ടില്ല ആളുകൾ. ഈ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ, അത് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. കാരണം നമ്മൾ ഊട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുഡ്ലൂർ എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു വ്യൂ കിട്ടുന്നൊരു ഏരിയ ആണത്. ഇവിടെ താമസിക്കുന്നവരൊക്കെ ഭാഗ്യന്മാരാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ഓക്സിജനൊക്കെ ഒരു എന്താ പറയുക, മാലിന്യങ്ങൾ അധികമൊന്നും ഇല്ലാത്തൊരു ഓക്സിജൻ കിട്ടുന്നൊരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മസ്റ്റായിട്ടത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്, മേൽമുറി എന്ന് പറയുന്നത്.